ഓക്കെ, നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ചുമ്മാ പറമ്പിലോട്ടൊന്ന് ഇറങ്ങിയതാണ്. നമുക്ക് രാത്രിയിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ നേരെ കുളത്തിൻ്റെ സൈഡിലൊന്ന് നോക്കിയത് നമ്മുടെ ഫസ്റ്റ് നമുക്ക് കിട്ടിയ ആളാണ് നിൽക്കുന്നത്. നല്ലൊരു തവളയാണ്. അവിടെ നല്ല പാട്ട് കച്ചേരിയാണ്. നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ നോക്കിയപ്പോൾ അവിടെ അടുത്ത ആൾ വിളിപ്പുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടി അവിടെ നല്ല പാട്ടാണ് കേട്ടോ. ഇനി ഇതേതോ തവളേൻ്റെ എന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് നോക്കാൻ പറ്റിയില്ല. ഞാൻ നോക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ നമുക്ക് നോക്കാം. പിന്നീട് വേഗം നോക്കിയപ്പോൾ അവിടെ പുല്ലിൻ്റെ അടിയിൽ നിന്ന് ഒരു ഒച്ച കേൾക്കുന്നുണ്ട്. നോക്കിയപ്പോൾ ആളാണ്. നല്ല പാട്ട് കച്ചേരിയാണ്. അവിടെ നിന്ന് ബലൂൺ കപ്പി നല്ല താടിയൊക്കെ വീർപ്പിച്ച് നന്നായിട്ട് പാടുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതൊക്കെ ഒരു മഴ കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് കേട്ടോ. ചുമ്മാ യാത്രയിൽ നിന്ന് വെട്ടടിച്ചിറങ്ങിയാൽ മതി, കാണാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ അതിൻ്റെ അടിയിൽ എന്തെല്ലോ കഥ ചവിട്ടിയതോ എന്ന് വിചാരിച്ച് ഞാൻ ചുമ്മാ എല്ലാം വെട്ടടിച്ച് നോക്കിയപ്പോൾ കണ്ട ആളാണ്. ഒരു പുൽച്ചാടിയാണ്. ആളെ ചത്തെന്നാണ് ഞാൻ പെട്ടെന്ന് വിചാരിച്ചത്. കിടപ്പാണ്ടായിട്ട് ചത്തതുപോലെ തന്നെയുണ്ട്. പക്ഷേ തട്ട് വെച്ച് കൊടുത്തപ്പോൾ ആൾ എണീറ്റിട്ടുണ്ട്. ആൾക്ക് വേറെ വിഷയമൊന്നുമില്ല. കാര്യം നമ്മുടെ ചെടികളുടെ കൂമ്പൊക്കെ തിന്നുന്നതാണെങ്കിലും പിന്നെ ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഒന്നും കൂടി ഒന്ന് വെട്ടടിച്ച് നോക്കി കുളത്തിലോട്ട് തന്നെ നോക്കിയപ്പോൾ അവിടെ ചെറിയൊരു നമ്മുടെ സാധാ വെള്ളത്തിൽ ഉണ്ടാകുന്ന തവള തന്നെയുണ്ട്. ആളുടെ കണ്ണ് കാണാൻ നല്ല രസമുണ്ടല്ലേ, വലിയ കണ്ണാണ്. എന്നെ തന്നെ നോക്കിയിരിക്കുന്ന പോലെയായിട്ട് എനിക്ക് തോന്നിയത്. അവിടെ നിന്ന് പിന്നെ നമ്മൾ ചുമ്മാ ഇത് നോക്കി നടന്നു. അപ്പോൾ നോക്കുമ്പോൾ അടുത്ത ആളെ കിട്ടിയിട്ടുണ്ട്. ഒരു മഞ്ഞത്തവളയാണ്. നമ്മുടെ റോട്ടിലൊക്കെ സ്ഥിരം വണ്ടികൾ ചത്ത് കിടക്കുന്ന തവള ഇവനാണ്. ഇവർക്ക് റോഡിനോട് എന്തോ വലിയ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴും ഞാൻ നോക്കിയപ്പോൾ റോട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ ചുമ്മാ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ ഒന്നും വേറെ പ്രശ്നമൊന്നും കാണിക്കുന്നില്ല. നല്ല അടങ്ങി ഒതുങ്ങി നല്ല പോസൊക്കെ ചെയ്ത് ഇരിപ്പുണ്ട്. പിന്നെ രാത്രിയാണ്, ചെറിയൊരു മഴയുള്ളതുകൊണ്ട് ക്യാമറ കൈ നന്നായിട്ട് കുലുങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് കയറി കേട്ടോ.